ലോകശക്തികൾ ഒന്നടങ്കം ഭീഷണിയുമായി വളഞ്ഞിട്ടും തരിമ്പും കുലുങ്ങാതെ സ്വന്തം മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന പോരാട്ടം ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഇതുവരെ ലോകം കണ്ടത് ഇറാന്റെ നിയന്ത്രിതമായ പ്രതിരോധം മാത്രമായിരുന്നു എന്നും ഇനി തുറക്കാൻ പോകുന്നത് യഥാർത്ഥ പ്രത്യാക്രമണത്തിന്റെ അധ്യായമാണെന്നുമാണ് ഇറാൻ സൈനിക നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പ്. ഇറാന്റെ ഈ നിലപാടിനെ വെറും ഒരു യുദ്ധപ്രഖ്യാപനമായല്ല, മറിച്ച് വിദേശ അധിനിവേശത്തിനെതിരെയുള്ള ഒരു രാജ്യത്തിന്റെ നീതിപൂർവമായ ചെറുത്തുനിൽപ്പായി വേണം നമ്മൾ കാണാൻ. വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആത്മനിയന്ത്രണവും സംയമനവും പൂർത്തിയായതോടെ ഇറാന്റെ സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തവും കൃത്യവുമാകാൻ പോകുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാന്റെ മണ്ണിലേക്ക് ഒരു കരസേന ആക്രമണം ഉണ്ടായാൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുവപ്പ് രേഖാ ലംഘനമായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിയൻ മണ്ണിൽ ഒരു വിദേശ സൈനികന്റെ കാൽപാദം പതിയുന്നത് തന്നെ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന മുന്നറിയിപ്പ് തങ്ങളുടെ പരമാധികാരത്തെ വിട്ടുവീഴ്ചയില്ല എന്ന് ഇറാന്റെ ഉറച്ച നിലപാടാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇറാൻ ഈ പോരാട്ടത്തെ കാണുന്നത് വെറും ഒരു സൈനിക ഏറ്റുമുട്ടലായിട്ടല്ല, മറിച്ച് തങ്ങളുടെ ദേശീയ സ്വാഭിമാനത്തിന്റെ പരീക്ഷണമായാണ്. കഴിഞ്ഞ കുറെ കാലമായി ഇറാനിലെ വിപ്ലവ നേതാക്കളെ ലക്ഷ്യമിട്ടും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൗകര്യങ്ങളെ തകർക്കാൻ ശ്രമിച്ചും അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന നീക്കങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ ഇറാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഏതൊരു രാജ്യത്തെയും പോലെ സ്വന്തം മണ്ണിൽ യുദ്ധം നടക്കാൻ അനുവദിക്കില്ല എന്ന ഇറാന്റെ തീരുമാനം തികച്ചും ന്യായമാണ്. ഇറാന്റെ ഈ പ്രതിരോധം വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ശത്രു ശക്തികൾക്ക് മുൻകൂട്ടി കണക്കാക്കാൻ സാധിക്കാത്ത തരം സർപ്രൈസുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ അത് അവരുടെ സൈനിക ശേഷിയുള്ള ആത്മവിശ്വാസമാണ് പ്രകടമാക്കുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങളെപ്പോലും മുൾമുനയിൽ നിർത്താൻ കെൽപ്പുള്ള ഇറാന്റെ മിസൈൽ ഡ്രോൺ കരുത്ത് മേഖലയിലെ ഏകപക്ഷീയമായ പാശ്ചാത്യ അധിനിവേശത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. മാത്രമല്ല, ഈ സംഘർഷം ഇറാന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഗൾഫ് മേഖലകളിലെ ഊർജ വിതരണ ശൃംഖലകളും ദുബായ്, അബുദാബി തുടങ്ങിയ സാമ്പത്തിക കേന്ദ്രങ്ങളും സുരക്ഷിതമാകില്ല എന്ന മുന്നറിയിപ്പ് യുദ്ധം ആർക്കും ഗുണകരമാകില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വൻ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം ശരിക്കും അഭിനന്ദാർഹമാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നേതാക്കളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഞങ്ങളുടെ മണ്ണിനെ എതിർക്കുന്നവർക്കൊഴികെ മറ്റെല്ലാവർക്കും ഹോർമുസിൽ പ്രവേശനമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾ സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള ആഹ്വാനം കൂടിയാണ്. എന്നാൽ തങ്ങളെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കുമെന്നും ലോകം ഇന്നുവരെ കാണാത്ത തരം പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കാരണം ഇറാന്റെ നിലപാടുകളല്ല, മറിച്ച് നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് പകരം ഉപരോധങ്ങളും ഭീഷണികളും ആയുധമാക്കുന്ന പാശ്ചാത്യ നയങ്ങളാണ്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അന്തസ്സിനും വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഇറാന്റെ ഈ പോരാട്ടം വരുംകാലങ്ങളിൽ ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്നത് ഉറപ്പാണ്. അത് നീതിക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ അടയാളമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും.